മതിയമ്മേ. ഏട്ടൻ വന്നില്ലല്ലോ യാമിനി. ഏട്ടൻ മാത്രല്ലല്ലോ, വേറെ പലരും വരാനുണ്ടല്ലോ. ചേച്ചി, ഒരു പെടലി വരുന്നു. അപ്പൊ അതൊക്കെ പറയേ, അവര് കരുത്തുള്ളി വല്ല ചീത്തയും പറയും. ഒന്നാമത് ഇന്നലെ മുതൽ അവരുടെ കൺട്രോള് പോയി നടക്കുക. ചിരിയും നെഗളിപ്പൊക്കെ നിർത്തിക്കാൻ അറിയാം. പിന്നെ ചിലതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കുക. ഇപ്പൊ ഇത്തിരി മോശ സമയമാണ്. എന്താടി പറഞ്ഞേ? അല്ല, അമ്മായിയുടെ പെടലിക്ക് എന്താ പറ്റിയെന്ന് ഞാൻ രാജുവിനോട് ചോദിക്കുകയായിരുന്നു. അത് രാജുവിനോട് ചോദിക്കുന്ന എന്തിനാ? എന്നോട് ചോദിച്ചാ പോരെ? അല്ല അമ്മായി, അമ്മായിയുടെ പെടലിക്ക് സത്യത്തിൽ എന്താ പറ്റിയേ? നീ എന്നെ ആക്കിയതാണോ? അയ്യോ, എന്റെ പൊന്നമ്മായി, എന്തൊക്കെയായി പറയുന്നേ? അമ്മായിക്ക് ഒരു അസുഖം വന്നാ ഞങ്ങക്ക് ചോദിച്ചൂടെ? ഒരു പാത്രം എടുക്കാൻ പോലും അമ്മായിക്ക് വയ്യ. ദൈവമേ, ഞങ്ങളുടെ അമ്മായിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. നിന്റെയൊക്കെ അയ്യോ, രാജു, വെള്ളം കുടിക്ക്. വിക്കിയതല്ല പ്രശ്നം, ചത്തുപോയ നാണക്കേടാ. ദോശ വിഴുങ്ങി ചത്തുപോയെന്ന് നാളെ പേപ്പറിൽ വരും. ഹലോ, ഞാനാ അംബിക വർമ്മ. ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? തനിക്ക് എങ്ങനെയാ എന്റെ നമ്പർ കിട്ടിയേ? ഞാൻ വളരെ പിടിപാടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ രാജ്യത്തുള്ള ആരുടെ നമ്പരും എനിക്ക് എവിടെ നിന്നും കിട്ടും. നിങ്ങൾ വിളിച്ചപ്പോ പ്രതാപൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതിന് ഞാനെന്ത് വേണം? എനിക്കറിയേണ്ടത് എന്റെ ക്യാഷിന്റെ കാര്യമാ. അതെന്തായി? ക്യാഷ് എന്റെ മകൻ ദീപക് വിദേശത്തേക്ക് അയച്ചിരിക്കുക, ഒരു ബിനാമി വഴി. അത് ഘട്ടം ഘട്ടമായി പല അക്കൗണ്ട് വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അതൊന്നും പറ്റില്ല. എനിക്ക് 10 കോടി ഒരുമിച്ച് കിട്ടണം. ഒരുമിച്ച് അയച്ചാ അത് 2 കൂട്ടർക്കും പ്രശ്നമാ. എന്ത് പ്രശ്നം? 10 കോടി തന്റെ അക്കൗണ്ടിലേക്ക് ഒരുമിച്ച് വന്നാലേ അപ്പോഴേ അന്വേഷണം വരും. വിജിലൻസുകാര് പിടികൂടും. ആദ്യം താൻ എന്നെ ഒന്ന് വിശ്വസിക്കും. കാശിന്റെ കാര്യത്തിൽ ഞാൻ ആരെയും പറ്റിക്കില്ല, ഉറപ്പ്. മോശം പിടിക്കാൻ. എനിക്ക് ഇക്കാര്യത്തില് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവര് പറഞ്ഞിട്ടാ അവൻ അത് ചെയ്തതെന്ന്. അമ്മയും മകനും ചേർന്ന് ഇത്രയും കോടികൾ മറിച്ചത് എന്തിനായിരുന്നു? ഇതിന്റെ പിന്നിലെ എന്തോ ഒരു കാര്യമുണ്ട്. ഇന്നേ രാജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആർക്കോ കൊടുക്കാമെന്നേറ്റ
കൊട്ടേഷൻ മണി ആയിരുന്നോ ആ 10 കോടി? അതോ ജഗന്നാഥൻ അങ്കിളിനെ വെടിവെച്ച് കൊന്നതിന്റെ പ്രതിഫലമാണോ? ഇങ്ങോട്ട് തുറന്നു പറഞ്ഞോ, അതാ നിങ്ങൾക്ക് നല്ലത്. എനിക്കിപ്പോ പറയാൻ മനസ്സില്ലെങ്കിലോ? നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. കൊറേ നാളായല്ലോ നീയൊക്കെ ശ്രമം തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ദേ, അമ്മയുടെ മകന്റെ നേർക്ക് 3-ാം മുറ പ്രയോഗിക്കാനും എനിക്കറിയാം. സത്യം പറഞ്ഞു, ആ 10 കോടി രൂപ നിങ്ങൾ ആർക്കാ കൊടുത്തത്? അതെന്തിനു വേണ്ടി കൊടുത്തു? അതെ, പ്രതാപന്റെ പണം എന്റെയും കൂടിയാ. അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവാക്കും. നീയൊക്കെ ആരാടാ എന്നോട് ചോദിക്കാൻ? നിങ്ങളും കൂടി ചേർന്ന ആ പണം തിരിമറി നടത്തിയതെന്ന് ഞാൻ എന്റെ അച്ഛനോട് പറയും. എന്നാ ചെന്ന് പറയടി. എന്നെ കുറിച്ച് നീയൊക്കെ എന്തു പറഞ്ഞാലും പ്രതാപനെ വിശ്വസിക്കില്ല. അവനെ എന്നെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവാ. നീ പോയി പണി നോക്കടി.